ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ പോവാട്ടോ കൊടകിലേക്ക്. അപ്പോൾ ഇത്ര ദിവസമായിട്ടുണ്ട്, ഇപ്പോൾ 1.5 മാസം കുറച്ച് കൂടുതലായി അമ്മ വന്നിട്ട്. അപ്പോൾ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരുന്നത് ഞാൻ. അപ്പോൾ അവിടെ ആങ്ങളയ്ക്കൊക്കെ ഇച്ചിരി സുഖമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് അമ്മ പോവാനായിട്ട് റെഡി ആയിരിക്കും കേട്ടോ. ഇന്ന് പോവാട്ടോ അമ്മ. പോയിട്ട് പറവേ. അമ്മയോട് ആരെങ്കിലും വന്നാൽ മലയാളം പറയാൻ പറഞ്ഞ അമ്മ പറയില്ല. അമ്മ ഇച്ചിരി മലയാളം പറഞ്ഞമ്മേ. പോയിട്ട് പറവേ. പോയിട്ട് വരാവേ. ബാഗെല്ലാം പാക്കായിട്ട് മലയാളത്തിൽ പറ. നീ പറഞ്ഞു. അമ്മ പറ. നീ പറ. ബാഗ് പാക്കായി, എല്ലാം റെഡിയായി. വണ്ടി വന്നില്ല. അതേ ഒരു സൂക്കട്. അമ്മ അങ്ങനത്തെ കുറച്ച് വാക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കറിയാം, പറയണതെല്ലാം മനസ്സിലാവും. പക്ഷെ തിരിച്ച് പറയാൻ അമ്മയ്ക്ക് ഇച്ചിരി ഒരു മടി. മുടിയില്ല. മുടിവില്ല. മുടി തിരിച്ചു പറയാൻ അറിയില്ലെന്ന്. എനിക്കും അത്ര കറക്റ്റ് ആയിട്ടൊന്നും അല്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ച് വാക്കുകൾ അല്ലെ. ചോറുണ്ടോ അമ്മേ? ചോറുണ്ടോ? കറി എന്താ? ബീഫ്. ബീഫു അല്ല, ബീഫ്. സൂപ്പർ. സൂപ്പറാണോ? ആരാ ഉണ്ടാക്കിയ കറി? ആരാ ഉണ്ടാക്കിയ? മമ്മി. ഏത് മമ്മി? എൻ്റെ മോള്. കുഞ്ഞുൻ്റെ മമ്മി. കുഞ്ഞു പറഞ്ഞു കൊടുക്കണേ അല്ലേ? അപ്പൊ പോവാണോ? ഇനി എപ്പോ തിരിച്ചു വരും? ಗೊತ್ತಿಲ್ಲ. കന്നഡ മിക്സായി വന്നിട്ടോ. അറിയില്ല. അറിയില്ല എന്ന് പറയാൻ അറിയില്ലേ? അറിയില്ല എന്ന് പറയാൻ അറിയില്ലേ? അതേ പറഞ്ഞു അറിയില്ല. അതേ പറഞ്ഞു അറിയില്ല. കുട്ടി നർമാനത്തെ. പിന്നെ ഇനി എപ്പോ ഒരു തിരിച്ച് അറിയില്ല. ഞങ്ങള് മെയില് ചിലപ്പോ പോട്ടോ. മെയില് പോണോന്നാണ് ഇരിക്കണത്. മെയില് ഞങ്ങള് ചിലപ്പോ അങ്ങോട്ട് പോകും. അതിന്റെ വീഡിയോ ഉണ്ടാവും. അത് ഉറപ്പാണല്ലോ. പിന്നെ ഇനി ഞങ്ങള് എവിടെ വണ്ടി എടുക്കാൻ പോയേക്കുവാണ്. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്കമാലിക്ക് പോവുകയാണെങ്കിൽ ബസ് പെട്ടെന്ന് നമുക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്കമാലിക്ക് പോണത്. അപ്പോൾ ഇല്ലെങ്കിൽ എറണാകുളം പോയിട്ടാണ് അമ്മേനെ ബസ് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. ഒറ്റ ബസ്സാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കർണാടക വണ്ടി എറണാകുളത്ത് നിന്ന് ഉണ്ട്. അതുകൊണ്ട് അങ്കമാലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തുകയും ചെയ്യാം. പിന്നെ അത്ര നേരത്തെ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്കമാലിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ആലുവ ബൈപ്പാസിൽ നിന്നും നമുക്ക് വണ്ടിയിൽ കയറാം കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ശബരിമലയ്ക്ക് പോണ വണ്ടികൾ, അയ്യപ്പസ്വാമി ശബരിമലയ്ക്ക് പോണ ഇങ്ങനെ കർണാടക ബസ്സാണത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കർണാടക വണ്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരുമല്ലോ. അങ്ങനെ ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ടായി. അപ്പോൾ തമാശയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു, ആ വണ്ടിയിൽ നമുക്ക് അമ്മേനെ കയറ്റി വിടാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഇങ്ങനെ പാലത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല സീനറി ആയിരുന്നു ആ സമയത്ത്. സന്ധ്യാസമയം, ഇങ്ങനെ വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നല്ല സീനറി, നല്ല രസമുണ്ടായിരുന്നു. ആകാശം, പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് അപ്പുറത്ത് വെള്ളവും അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഫുള്ള് ബ്ലോക്കായിരുന്നു. പിന്നെ എപ്പോൾ എത്തുമെന്നുള്ള ടെൻഷനായിപ്പോയി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ട്രാഫിക് കാരണം പെട്ടെന്ന് എത്തൂല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ഇത്ര ദൂരെ വന്നിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഭയങ്കര ടെൻഷനായിപ്പോയി എല്ലാവർക്കും. ഭയങ്കര ട്രാഫിക്കായിരുന്നു. ഞങ്ങൾ അങ്കമാലി പോയി എത്തിയപ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് താമസിച്ചു പോയി. ബസ് വിട്ടുപോയി.
ബസ് പറഞ്ഞിട്ട് നിർത്തിയില്ല. ബസ് പെട്ടെന്ന് ഇങ്ങനെ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ സ്പീഡിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബസ് കിട്ടാത്തതുകൊണ്ട് ഒരു സ്ഥലവും കാണാൻ കിട്ടും. അമ്മേനെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വിടാന്ന് പറഞ്ഞ് അമ്മേനെ തിരിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ പെരുമ്പാവൂർ റൂട്ടിൽ കൂടെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾ മലയാറ്റൂർ റൂട്ടിൽ കൂടെ തിരിച്ച് ഞങ്ങൾ പെട്ടെന്ന് വന്നു. ആ റൂട്ടിൽ കൂടെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഗൈസ്, ഇന്നലെ വണ്ടിയൊന്നും കിട്ടാതെ ഞങ്ങൾ വന്ന് ഇവിടെ ഇരിക്കും. എല്ലാവർക്കും തലവേദനയാണ്. അമ്മയ്ക്ക് തലവേദന പനിക്കണ പോലെ ഉണ്ട്. എനിക്ക് മാത്രം സന്തോഷം. അപ്പോൾ അമ്മ പോവാത്തതിൻ്റെ ഇവക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം. അപ്പോൾ അമ്മയുടെ വിഷമം കാണുമ്പോൾ എനിക്ക് വിഷമാവും. അങ്ങനെ വണ്ടി കിട്ടാതെ ഞങ്ങൾ ഇപ്പോഴും വീട്ടിൽ തന്നെ തിരിച്ചു വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.